സാമ്പത്തിക ഭദ്രതാ റിപ്പോർട്ടിൽ കേരളം പിന്നിൽ. അവസാന വട്ടത്തെ സാമ്പത്തിക ഭദ്രതാ റിപ്പോർട്ട്, അതായത് നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക, ഇപ്രാവശ്യവും കേരളം പിന്നിലാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ കേരളം പിന്നിലായിരുന്നു. 18 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 15ാമതാണ് കേരളം പെട്ടിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രതാ സൂചിക 18 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സൂചിക തയ്യാറാക്കിയത്. അതിൽ 15ാമത്തെ സ്ഥാനത്താണ് കേരളം എത്തി നിൽക്കുന്നത്. ഏറ്റവും പിന്നിലുള്ള 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നർത്ഥം. അതായത് ആസ്പിരേഷണൽ വിഭാഗം. ഈ 4 സംസ്ഥാനങ്ങൾ ആസ്പിരേഷണൽ വിഭാഗത്തിലാണ് വരുന്നത്. അതിൽ ഒന്നാണ് കേരളം. അതിൽ ഒന്ന് എന്നല്ല, അതിൽ ഒന്നാമതാണ്. ആസ്പിരേഷണൽ വിഭാഗത്തിൽ ഒന്നാമതാണ് കേരളം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷയ്ക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് 73.1 പോയിന്റാണ്. കേരളത്തിനോ 100ൽ 24.8 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. 23-24 സാമ്പത്തിക നില പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രതാ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അതിലാണ് കേരളം ഇത്ര താഴേക്ക് പോയിരിക്കുന്നത്. ഒഡീഷ, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആണ് ആദ്യ സ്ഥാനങ്ങളിൽ. ഏറ്റവും പിന്നിൽ കേരളത്തിന് പുറമെ പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ബംഗാൾ തുടങ്ങിയവയുണ്ട്. എന്തൊക്കെയാണ് കേരളത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ? 1. ശമ്പളം, പെൻഷൻ, വായ്പ തിരിച്ചടവ് പോലെയുള്ളവയാണ് ചെലവുകളുടെ 55-68%. 5 വർഷത്തിനിടയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരളം നീക്കിവച്ചത് മൊത്തം വരുമാനത്തിന്റെ 1.04% മുതൽ 1.67% മാത്രം. ഇത്തരം വികസന പദ്ധതികൾക്കായി നീക്കിവെച്ച തുകയുടെ 49 മുതൽ 83% വരെ മാത്രമാണ് ചെലവഴിച്ചത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? PRD വകുപ്പ് വഴിയായിട്ട് മറ്റ് വകുപ്പുകൾക്ക് അനുവദിച്ചിരിക്കുന്ന പ്ലാൻ ഫണ്ട് പോലും PRDയിലേക്ക് മാറ്റി PRDയിലാണ് എല്ലാ ചെലവുകളും. അതായത് കേരളം എങ്ങനെയുള്ള ഒരു പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഓരോ റീൽസും നമ്മളെ കാണിക്കുന്നത്. അതായത് എല്ലാ ചാനലുകളെയും വിലക്കെടുത്തിരിക്കുകയാണ്, എല്ലാ പത്രങ്ങളെയും വിലക്കെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ചാനലുകളെയും പത്രങ്ങളെയും മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലെയും ഉത്തരേന്ത്യയിലെയും, അതായത് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ എല്ലായിടത്തും പോകുന്നതാണല്ലോ. അപ്പൊ ഇംഗ്ലീഷ് പത്രങ്ങൾ വിലക്കെടുത്തിരിക്കുന്നു, അയൽ സംസ്ഥാനങ്ങളിലെ പത്രങ്ങൾ വിലക്കെടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ റീൽസ് വഴിയായിട്ട് മുഖം മിനുക്കുന്നു. എല്ലാം ഇനോഗ്രേഷൻസ് ആണ്. അതായത് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന തന്ത്രം. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളം വളർച്ചയുടെ അങ്ങ് ഗരിമയിലെത്തി എന്ന രീതിയിലാണ് ഓരോ റീൽസും നമ്മുടെ മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിട്ട ആ പദ്ധതി, അതായത് കല്ലിടലാണ് ഇപ്പോൾ നടത്തിയത്, അത് പിന്നെ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് കാണിക്കുക. ഈ തരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഒന്ന് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത് എന്താണ്? ശമ്പളം, പെൻഷൻ, വായ്പ തിരിച്ചടവ് പോലെയുള്ളവയാണ് ചെലവുകളുടെ 55-68%. 5 വർഷത്തിനിടയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരളം നീക്കിവെച്ചത് മൊത്തം വരുമാനത്തിന്റെ 1.04 മുതൽ 1.67% മാത്രം. അതായത് 1.04നും 1.67%നും ഇടയ്ക്ക് മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് എന്നാണ് നീതി ആയോഗിന്റെ പഠനം. എന്താണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ സെക്ടർ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സാമൂഹ്യ അടിസ്ഥാന വികസനം എന്നൊന്നുണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പാലം, റോഡ്, റെയിൽസ്, അങ്ങനെ പോകുന്ന ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഭൗതിക അടിസ്ഥാന സൗകര്യം.
ആദ്യം പറഞ്ഞത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ സാമൂഹ്യ അടിസ്ഥാന സൗകര്യം. എന്തൊക്കെയാണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യത്തിൽ വരിക? വിദ്യാഭ്യാസം. അതാണ് കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടല്ലോ നമുക്ക്, പിന്നെ നമ്മുടെ മമ്മൂട്ടി സോഷ്യൽ ക്യാപിറ്റൽ ആണ്, അത് പിന്നെ LDFന്റെ ക്യാപിറ്റലോ UDFന്റെ ക്യാപിറ്റലോ എന്ന് പറയേണ്ട കാര്യമില്ല. മുണ്ടക്കായി ചൂരൽമല ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 178 വീടുകൾ അത് സാമൂഹ്യ മൂലധനമാണ് എന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ഇങ്ങനെ തകർച്ചയിൽപ്പെട്ട, അതായത് ഉരുൾപൊട്ടലിൽ തകർന്നു പോയ ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന വീടുകളുടെ നിർമ്മാണം. അതാണ് അദ്ദേഹം സോഷ്യൽ ക്യാപിറ്റൽ എന്ന രീതിയിൽ അവിടെ വിശേഷിപ്പിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു, അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പല മന്ത്രിമാർക്കും അറിഞ്ഞുകൂടാ എന്താ ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം അത് എത്ര കൃത്യമായി പറഞ്ഞു എന്ന് ഞാനപ്പോൾ ഓർത്തു അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ. അപ്പൊ ആ സോഷ്യൽ ക്യാപിറ്റൽ അതാണ് വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യ, ഈ മേഖലകളിലൊക്കെ ചെലവഴിക്കുന്ന ക്യാപിറ്റൽ. അതിനുവേണ്ടി ആരോഗ്യത്തിന് വേണ്ടിയുള്ള വീട് പണിയുന്നത്, ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യ മേഖലയിലെ നിർമ്മാണങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഇതുമായിട്ട് വിദ്യാഭ്യാസ വികസനവുമായി ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സിന്റെ നിർമ്മാണം. അപ്പൊ ഇതൊക്കെ ചേർന്നതാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭൗതിക മൂലധനം അഥവാ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ആ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ചേരുന്നതാണ് ഇവിടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാന സൗകര്യത്തിലേക്ക് എത്ര വരുമാനത്തിന്റെ എന്തുമാത്രം ചെലവഴിച്ചു എന്നാണ് നിതി ആയോഗ് കണ്ടെത്തിയിരിക്കുന്നത്? 1.04 to 1.67% ഓഫ് ദി റവന്യൂ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് നമ്മുടെ GSDPയുടെ 1.04 മുതൽ 1.67% വരെയാണ് ഈ പറയപ്പെട്ട മേഖലകളിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇത്ര ഭയങ്കര തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നത് മറക്കരുത്. അപ്പൊ ഇതാണ് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഇത്ര മോശമായ വളർച്ച വേണ്ടി മാത്രം താല്പര്യം. എന്നിട്ട് തന്നെ അവിടെയും തീരുന്നില്ല. നിതി ആയോഗിന്റെ പഠനം പറയുന്നു, അങ്ങനെ മാറ്റിവെക്കുന്ന ഫണ്ട്, അങ്ങനെ അലോട്ട് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് തന്നെ എത്ര ശതമാനം വരെ ചെലവഴിച്ചിട്ടുള്ളത്? അങ്ങനെ മാറ്റിവെച്ച ഫണ്ടിന്റെ തന്നെ 49% മുതൽ 83% വരെയേ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ, അതായത് നമുക്കറിയാം ഇപ്പോൾ തന്നെ ട്രഷറി ബാനാണ്. 10 ലക്ഷം എന്നാണ് പേരിന് പറയുന്നത്, പക്ഷെ 2 ലക്ഷത്തിലധികമുള്ള ചെക്കുകൾ ക്യാഷ് ചെയ്യരുത് എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബില്ലുകളെല്ലാം ചെക്കുകളെല്ലാം ക്യൂ സിസ്റ്റത്തിൽ കിടക്കുകയാണ്. എന്ന് വെച്ചാല് ഇപ്പോൾ വകുപ്പുകൾക്ക് ഈ 1-2 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കുള്ള ഫണ്ട് ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ ഈ ചെക്കൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ ആ ഒരവസ്ഥയിലാണ് ഈ പറയപ്പെട്ട ഇങ്ങനെ അലോട്ട് ചെയ്തിരിക്കുന്ന 1.04% മുതൽ 1.67% വരെ ഉള്ളതിൽ തന്നെ 49% മുതൽ 83% വരെയെ വകുപ്പുകളിൽ എത്തുകയും ചെലവഴിക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് നിതി ആയോഗ്. ഇതിനേക്കാൾ മോശമായ ഒരു കാലം ഈ സംസ്ഥാന ഗവൺമെന്റിന് എന്നെങ്കിലും ഉണ്ടായിരുന്നു എന്ന്, അതായത് 1956 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര ശോച്യമായ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. ഇനി രണ്ടാമത്തെ കണ്ടെത്തൽ എന്താണ്? സംസ്ഥാനത്തിന്റെ തനതു നികുതി വരുമാനം 5 വർഷത്തിനിടയിൽ 47% വർദ്ധിച്ചു. നികുതി ഇതര വരുമാനത്തിൽ 66-81% കിട്ടിയത് ലോട്ടറിയിൽ നിന്നാണ്. അപ്പൊ തനതു നികുതി വരുമാനം എത്ര ശതമാനം വർധനവുണ്ടായി? 47% വർധനവാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായത്. ഇനി നികുതിയേതര വരുമാനത്തിന്റെ 66-81% വരുന്നത് ലോട്ടറിയിൽ നിന്നാണ്. എന്നിട്ട് ആ ലോട്ടറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നുണ്ട്, കാരുണ്യ ലോട്ടറി. അതായത് കാസ്പ്, കാരുണ്യ ബെനഫലൻസ് സ്കീം എന്നും പറഞ്ഞിട്ട് 5 മാരക രോഗങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഏർപ്പാടാക്കിയ ചികിത്സാ രീതി. അതായത് പാവപ്പെട്ടവർക്ക് ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദയരോഗം പോലെ, അതുപോലെ ലിവർ രോഗം പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി തുടങ്ങിയ ഇൻഷുറൻസ് ആണ്
തുടങ്ങിയ ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി. ആ കാരുണ്യ ലോട്ടറി അടക്കമുള്ള ലോട്ടറിക്ക് ഈ വർഷം കിട്ടിയ വരുമാനം തന്നെ 14,494 കോടിയാണ് കഴിഞ്ഞ 25-26 വർഷം കിട്ടിയത്. അങ്ങനെ കിട്ടിയിട്ട് പോലും കാരുണ്യ ലോട്ടറിയുടെ കുടിശ്ശിക കിടക്കുകയാണ് 1,500 കോടിയോളം. അതുകൊണ്ട് തന്നെ കാരുണ്യ ബെനവലൻസ് സ്കീമിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രികളെല്ലാം വിട്ടുപോവുകയാണ്. അപ്പൊ ആ പാവപ്പെട്ട രോഗികൾ, ആ പാവപ്പെട്ടവർക്ക് വേറെ മാർഗങ്ങളില്ല. എന്നിട്ട് അങ്ങനെ ഇത് കൊടുക്കാതെ ഈ കാരുണ്യ ബെനവലൻസ് സ്കീമിൽപ്പെട്ടവരെ വേണ്ട ചികിത്സാ സഹായം കൊടുക്കാതെ ആശുപത്രികൾ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഈ ഇലക്ഷൻ പ്രമാണിച്ച് പുതിയ കുറെ വാഗ്ദാനങ്ങളുമായിട്ട്, ക്ഷേമ വാഗ്ദാനങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്നോർക്കണം. അപ്പോൾ എത്ര കാപട്യമാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 5 വർഷവും കേരള വരുമാന കമ്മിയിലായിരുന്നു. വരുമാന കമ്മി 0.9% ആയിരുന്നത് 1.58%. അതായത് റവന്യൂ കമ്മി നമ്മുടെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് 2002 ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് 5 വർഷത്തിനകം റവന്യൂ കമ്മി, അതായത് റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കണം എന്നാണ്. 2002 കൊണ്ടുവന്ന നിയമമാണ്. ഇപ്പൊ 2026 ഈ ബഡ്ജറ്റിലും 2.12% ഏതിന്റെ ശതമാനമാണ്? GSDP-യുടെ 16 ലക്ഷം കോടിയിലധികമുള്ള GSDP-യുടെ 2.12% റവന്യൂ കമ്മി കിടക്കുകയാണ് ഇപ്പോഴും കേരളത്തിന്. ആ റവന്യൂ കമ്മി 5 വർഷം മുൻപ് എത്രയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഠനം? 0.9% ആയിരുന്നു 5 വർഷം മുൻപ്. അതായത് ഈ 2021 ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് വരുന്നതിന് മുൻപ് അത് 0.9% ആയിരുന്നു. അതിപ്പോൾ 1.58% GSDP-യുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 1.58% വളർന്നിരിക്കുന്നു. അതായത് എത്തിക്കേണ്ടത് 2002 തുടങ്ങി 2007 സീറോയിൽ എത്തിക്കേണ്ട റവന്യൂ കമ്മിയാണ് ഇപ്പോഴും എത്രയിലെത്തിയിരിക്കുന്നത്? GSDP-യുടെ 1.58% നിലനിൽക്കുന്നത്. ഇനി അടുത്ത കണ്ടെത്തല്, കടബാധ്യത 2019-20 അപേക്ഷിച്ച് 2023-24 51% വർദ്ധിച്ചു. അപ്പൊ കടബാധ്യതയുടെ കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ കടബാധ്യതയുടെ കാര്യം നമ്മുടെ CAG തന്നെ പറഞ്ഞിരിക്കുന്ന കണക്കുകളുണ്ട്. അത് 23-24 CAG റിപ്പോർട്ടിൽ വന്നതാണ്. എന്താണ് CAG കടബാധ്യതയെ പറ്റി പറയുന്നത്? അതായത് ബജറ്റ് വഴി 2023-24 കടമെടുത്തത് 3.85 3,85,000 കോടിയായിരുന്നു ബജറ്റ് വഴിയായിട്ട് കടമെടുത്തത്. കിഫ്ബി വഴി കടമെടുത്തത് 5,109 കോടി 5,109 കോടി. KSSPL, എന്താണ് ഈ KSSPL? കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതുവഴി 2023-24 കടമെടുത്തത് 2,949 കോടി. കിഫ്ബിയും KSSB വഴിയും അതായത് രണ്ടും കൂടി കടമെടുത്തത് 21,417 കോടി. ഇതെന്താണ് ഈ രണ്ടും പ്രത്യേകിച്ചിട്ടിരിക്കുന്നത്? അതായത് ബജറ്റ് വഴി കടമെടുക്കാവുന്നത് GSDP-യുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% ആയിരിക്കണം എന്നാണ് FRBM നിയമം, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നിഷ്കർഷിക്കുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത കടമാണ് 3,85,000 കോടി എന്ന് പറയുന്നത്. ഇത് കൂടാതെ 2016-17 തന്നെ ഈ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ അവര് 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്, കടം വാങ്ങാൻ വേണ്ടി 2 പ്രത്യേക വാഹനങ്ങൾ, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് നിർമ്മിച്ചു. എന്തൊക്കെയാണ് ആ 2 ഒന്ന് കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 2 സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതിന്റെ 2ന്റെയും കൂടി കടം ചേരുമ്പോഴാണ്, അതിന്റെ 2ന്റെയും കൂടി കടം തന്നെ 21,417 കോടി. അപ്പൊ ഈ 3ഉം കൂടി ചേർന്ന്, അതായത് ബജറ്റ് വഴി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കടവും കിഫ്ബി വഴി എടുത്ത കടവും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുത്ത കടവും കൂടി ചേരുമ്പോൾ 4,14,475 കോടി. ഇത് 2023 മാർച്ചിലെ കണക്കാണ്. അതിനുശേഷം എടുത്ത കടം, ആ കടത്തെ പറ്റിയും ഈ കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ ഒക്കെ പരാമർശമുണ്ട്. അതുപോലെ ബജറ്റ് ഡോക്യുമെന്റിലും പരാമർശമുണ്ട്.
അപ്പൊ അതനുസരിച്ച് 6 ലക്ഷം കോടിയിലായിരിക്കുകയാണ് കേരളത്തിന്റെ കടബാധ്യത. അപ്പൊ ആ കടബാധ്യത അതിനെ പറ്റിയാണ് നീതി ആയോഗ് പറയുന്നത്. 2019 അപേക്ഷിച്ച് 51%, 2023 വരെയുള്ള കാലത്തിൽ 2019 അപേക്ഷിച്ച് 53% വർധനവാണ് കടമെടുക്കലിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നീതി ആയോഗ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, 2015-16 UDF ഗവൺമെന്റ് ഇറങ്ങി LDF ഗവൺമെന്റ് വരുന്ന സമയത്ത് എന്തായിരുന്നു കേരളത്തിന്റെ പൊതുക്കടം? 1,53,000 കോടി. അതായിരുന്നു കേരളത്തിന്റെ പൊതുക്കടം. ആ പൊതുക്കടമാണ് ഇപ്പോ 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്നത്. സഞ്ചിത കടം, അതാണ് മൊത്തം കടബാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ഈ സഞ്ചിത കടം എന്ന് പറയുന്നത് എന്ത് കടമാണ്? ഈ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ വാങ്ങിച്ച കടം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതിന്റെ പലിശയും മുതലും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. പക്ഷെ ഓരോ വർഷവും കൂടുതൽ കടം എടുക്കുന്നത് കൊണ്ട് ഈ ആകെ കടമെടുത്തത് സഞ്ചിത കടം കൂടിക്കൊണ്ടിരിക്കും. ആ സഞ്ചിത കടമാണ് 2015-16 വെറും 1,53,000 കോടിയായിരുന്നതാണ് ഈ 10 വർഷക്കാലം കൊണ്ട് 6 ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നത്. ഇനി ഈ ധനവർഷം കഴിയുമ്പോഴേക്കും എത്രയാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ തരത്തിലാണ് കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കിഫ്ബി വഴിയുള്ള കടം എന്നൊക്കെ പറയുന്ന ഏത് തരത്തിലാണെങ്കിലും നീതി ആയോഗിന്റെ പഠനത്തിൽ എന്താണ് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച സജ്ജത, അതായത് സാമ്പത്തിക ഭദ്രത സൂചിക തയ്യാറാക്കിയപ്പോഴാണ് സാമ്പത്തിക ഭദ്രതാ സൂചിക അപ്പോൾ എന്തൊക്കെയാണ് ഈ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്നത്? ഇവിടെ വ്യാവസായിക വളർച്ച എത്ര എന്ന് പറയുന്നില്ല, കാർഷിക വളർച്ച എത്ര എന്ന് പറയുന്നില്ല, വരുമാനത്തിന്റെ വളർച്ച പറയുന്നുണ്ട്, അതായത് നികുതി വരുമാനത്തിന്റെ നികുതിയേതര വരുമാനത്തിന്റെ വളർച്ച പറയുന്നുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തുമാത്രം ചെലവഴിച്ചു, ഇൻഫ്രാസ്ട്രക്ചറിൽ 1.04 തൊട്ട് 1.67% ആണ് പ്ലാൻ ഫണ്ടായിട്ട് അനുവദിച്ചത്. പക്ഷെ അതിൽ നിന്ന് തന്നെ 49% മുതൽ 83% വരെ ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ വകമാറ്റി കളഞ്ഞു. എന്ത് ചെയ്തു എന്നറിഞ്ഞുകൂടാ. അതാണ് നീതി ആയോഗ് പറയുന്നത്. അതായത് ഈ കണക്കുകൂട്ടലില് ഈ പറഞ്ഞല്ലോ കടത്തിലെ 51% വർധനവ് 2023 ആയപ്പോഴത്തേക്ക് ഉണ്ടായി എന്ന്. അതുകൊണ്ട് തന്നെ പറയുകയാണ് നീതി ആയോഗ് നമ്മുടെ കടബാധ്യത 35% മുതൽ 45% വരെ വർദ്ധിച്ചിരിക്കുന്നു. 29% മുകളിൽ പോകരുതെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. FRBM ആക്ട് നിഷ്കർഷിച്ചിരിക്കുന്ന കടബാധ്യത GSDPയുടെ 29% മുകളിൽ പോകരുത്. അതാണ് ഇപ്പോ 35% മുതൽ 45% വരെ മുകളിൽ നിൽക്കുന്നത്. അപ്പൊ എല്ലാം കൂടി കേരളം ഒരു കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അങ്ങനെ നീതി ആയോഗ് പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കേരളത്തെയാണ് ഇത്രയധികം വക്രീകരിച്ചല്ല പർവ്വതീകരിച്ച് ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ വലിയ വണ്ടേഴ്സ്, ഈ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിന്റെ കൂടെ കേരളം എന്ന ഒരു 8ാമത് വണ്ടർ, അത് LDF ഗവൺമെന്റ് ആണ് അതിനെ 8ാമത്തെ വണ്ടറാക്കി മാറ്റിയത് എന്ന രീതിയിലുള്ള തള്ളാണ് സംസ്ഥാന ഗവൺമെന്റ് പത്രങ്ങൾ വഴിയും ചാനലുകൾ വഴിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള തള്ളു തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. ഏത് വർത്തമാന പത്രം എടുത്താലും സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും എല്ലായ്പ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കോടതി അരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നില്ല. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർക്ക് കിട്ടാത്ത, അവർക്ക് കൊടുക്കാത്ത പ്രയോജനങ്ങളൊക്കെ കൊടുത്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഖം മിനുക്കുന്നു ഓരോ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്. ഇപ്പൊ മുഖം മിനുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ പോലെ തന്നെയാണ് തെലുങ്ക് ദേശം ഗവൺമെന്റ്. തെലുങ്ക് ദേശം 2047 ആകുമ്പോഴത്തേക്കും $3 ട്രില്യൺ ഇക്കോണമി ആയിട്ട് മാറുമെന്നാ പറയുന്നത്. ഇപ്പൊ അതായത് ഇനിയും 21 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ്. ആ 21 കൊല്ലം കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് അവരുടെ എല്ലാ ദിവസവും എല്ലാ വർത്തമാന പത്രങ്ങളിലും അവരുടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് എങ്കിലും തെലങ്കാനയുടെ ഉണ്ട്. ഇങ്ങനെ വികസിത തെലങ്കാനയാകുന്നു, ഒരു ഗ്ലോബൽ IT ഹബ്ബാകുന്നു, അങ്ങനെ എന്തൊക്കെ. അതിനേക്കാൾ ഉപരി ഉയർത്തിക്കാട്ടുന്ന റീൽസ് ആണ്, അല്ലെങ്കിൽ പത്രങ്ങൾ വഴിയും ചാനലുകൾ വഴിയും ഒക്കെയുള്ള ഇതാണ് കേരള ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിനേക്കാൾ മുന്തിയ തരത്തിലുള്ള പ്രകടന പത്രികകളാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക, പൗരന്മാരെ ഇങ്ങനെ പരിഹസിക്കത്തക്ക രീതിയിൽ, അതായത് ഒരു അരികിൽ പോലും എത്തിയിട്ടില്ല ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ ഒന്നും. എന്നിട്ടാണ് ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലൊക്കെ കേരള ഗവൺമെന്റ് എന്തോ ഒരു ബോസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കണമെന്നറിയാം. ആ സമയത്താണ് അവര് വരുമാനത്തിന്റെ 0.04%, 1.04% മാത്രമാണ് ആ മേഖലയിൽ ചെലവഴിച്ചത്, ഇൻഫ്രാസ്ട്രക്ചറിന് ചെലവഴിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്തുമാത്രം വലിയ കാപട്യമാണ് ഈ ഗവൺമെന്റുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിക്ക് പക്ഷെ ഇത്രയൊന്നും പഠിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ കോടതി ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ എന്താണ് പൗരജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ കോടതി ആരെയാണ് വിഡ്ഢികളാക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് സംശയം തോന്നാറുള്ളൂ. കാരണം ഇതിലെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് കോടതിക്കും വെരിഫൈ ചെയ്യാം. കോടതിക്കും സ്റ്റാഫ് ഉള്ളതാണ്, വെരിഫൈ ചെയ്യാൻ ഇവിടെ ഡേറ്റ ലഭ്യമാണ്. എന്നിട്ട് വേണം ഇതുപോലെയുള്ള തീരുമാനങ്ങളും ഒക്കെ നടത്താൻ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. എന്തായാലും നിതി ആയോഗിന്റെ ഈ പഠനം നമുക്ക് തരുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തൊട്ട് ഏത് കാര്യം എടുത്താലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ, അതായത് ഏറ്റവും അവസാനത്തെ 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അല്ലാതെ മുൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നില്ല കേരളം എന്ന ശോച്യാവസ്ഥ. അതായത് വളർച്ച ഭദ്രത നോക്കുമ്പോൾ 24.8 മാർക്ക്. അതേ സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒഡീഷയ്ക്ക് 73.1 മാർക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. അത്ര മോശം പെർഫോമൻസ് ആണ് ഈ കഴിഞ്ഞ 5 വർഷവും. അതായത് ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ നമ്മൾ ആരും വിലയിരുത്തേണ്ടതില്ല, ഇതാ നിതി ആയോഗ് തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. വ്യത്യസ്തമായ ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന കേന്ദ്രവും സംസ്ഥാനവും, അപ്പൊ ആ കേന്ദ്രത്തിന്റെ നിതി ആയോഗാണ് ഈ പഠനം നടത്തിയത് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഊതി വീർപ്പിച്ചതോ അല്ലെങ്കിൽ ശുഷ്കിച്ചതോ ആയിരിക്കത്തില്ല. യഥാർത്ഥമായ ഒരു റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ചാണ് ഈ ഏറ്റവും മോശപ്പെട്ട 4 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് പറയുന്നത്, പഠനമാണ് ഇത് പറയുന്നത്, അല്ലാതെ ഗവൺമെന്റ് അല്ല പറയുന്നത്. നമ്മള് ഒഡീഷ, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത് ഈ 4 സംസ്ഥാനങ്ങളും ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ, അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ബംഗാൾ എന്നിവയോടൊപ്പമാണ് കേരളം സ്ഥാനം പങ്കിടുന്നത്. ഇതിന് ഇത്ര മോശപ്പെട്ട സ്ഥാനം പങ്കിടുന്ന, എല്ലാ മേഖലകളിലും താഴെ നിൽക്കുന്ന കേരള സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഓരോ ദിവസവും എത്ര PR വർക്കുകളാണ് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ കാണിച്ച് ഗവൺമെന്റ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ തള്ളി ജനങ്ങളെ തെറ്റായ ബോധ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വോട്ട് വാങ്ങി ജയിച്ചു വരികയാണെങ്കിൽ അതോടുകൂടി കേരളം വെസ്റ്റ് ബംഗാളായി മാറും. ഇപ്പൊ ഏറ്റവും മോശം സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജി 10 വർഷത്തിലേറെയായി, 15 വർഷം ആകാറായി ബംഗാളിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 35 വർഷത്തെ LDFന്റെ ഭരണത്തിന് ശേഷം അത്ര തറ പറ്റിയ വെസ്റ്റ് ബംഗാൾ, ആ വെസ്റ്റ് ബംഗാളിനേക്കാളും മോശമായ ഒരവസ്ഥയിലേക്ക് കേരളം പോകും ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഭരണത്തിലേറിയാൽ, LDF ഭരണത്തിലേറിയാൽ. അപ്പൊ അത് കാരണം നിതി ആയോഗിന്റെ ഈ പഠനം കണ്ടുവേണം കേരളം മനസ്സിലാക്കാൻ. ഒരു കാരണവശാലും LDF ഭരണത്തിൽ വരരുത്, വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന കാര്യം.